ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. May God's name be glorified. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും സഭയോട് നന്ദി പറയുകയും ചെയ്യുന്നു. I praise God for this most blessed time and I thank this church. ഓരോ പ്രാവശ്യവും ദൈവത്തിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഭയത്തോടെയും നന്ദിയോടെയുമാണ് ഞാൻ നിൽക്കുന്നത്. And I'm standing in the presence of the Lord as I'm standing here with much reverence. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധി കൊണ്ടോ സൂക്ഷ്മത കൊണ്ടോ ബുദ്ധി കൊണ്ടോ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ ആർക്കും കഴിയുകയില്ല. The reason being that with our holiness or with our abilities or with any mightiness that we can claim, we cannot continue to live in this earth. നാം അറിയുന്നവരും അറിയാത്തവരുമായ ഒത്തിരി പേരുടെ പ്രാർത്ഥന കൊണ്ടാണ് നാം ഇന്ന് നിൽക്കുന്നത്. We stand here because of the prayers of a lot of people that we know or we don't know. അതിലുപരി കർത്താവിൻ്റെ പ്രത്യേക കൃപ, കരുണ, തിരഞ്ഞെടുപ്പ് ഇവയാണ് നമ്മെ നിർത്തിയിരിക്കുന്നത്. Moreover, it is the Lord's calling and God's purpose behind our life is what makes us stand. ബഹുമാന്യനായ സന്തോഷ് പാസ്റ്ററെയും കുടുംബത്തെയും പരിചയപ്പെട്ടതിൽ സന്തോഷമുണ്ട്. I'm happy that I was able to meet Pastor Santosh and family. തൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ഞങ്ങളുടെ ചർച്ചിൽ ശുശ്രൂഷയ്ക്ക് വന്നപ്പോഴാണ് തൻ്റെ അനുജനാണ് പാസ്റ്റർ സന്തോഷ് എന്ന് അറിയുന്നത്. I came to know about him when his older brother came to ministry in our church. അന്ന് അദ്ദേഹം പാസ്റ്റർ സന്തോഷിന് ഉണ്ടായ വളരെ വളരെ അത്ഭുതകരമായ ഒരു ദൈവിക കരുതലിൻ്റെ സാക്ഷ്യം പറഞ്ഞു. That day he shared with us how God had delivered Pastor Santosh out of a big trouble. പ്രിയപ്പെട്ട മിനി സിസ്റ്റർക്കാണ് ആ വിഷയത്തിൽ ഏറ്റവും അധികം അവാർഡ് കൊടുക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. I think Sister Minnie should be given the award in that thing. കാരണം അവരുടെ വിവാഹം നടക്കുകയില്ലെന്ന് പലരും ചിന്തിച്ചു. Because their wedding plan was about to come to an end. പക്ഷേ ആ സഹോദരി വെയിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. But that sister was ready to wait. ദൈവത്തിൻ്റെ പ്ലാനുകളും പദ്ധതികളും എത്രയോ ശ്രേഷ്ഠം. What a great are the plans of God for our lives. നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും, പാസ്റ്റർ സന്തോഷ് ഗൾഫ് രാജ്യത്ത് വെച്ച് ഒരു വലിയ അപകടത്തിൽപ്പെടുകയുണ്ടായി. As most of you know, there was a big accident that Pastor Santosh was in when he was in the Middle East. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. That time, his wedding was planned and arranged. അവരുടെ കുടുംബം മൊത്തം തകർച്ചയിലും ദുഃഖത്തിലുമായി. And their whole family was in a great trouble. അന്ന് പാസ്റ്റർ സാം ടി മുഹത്തല ഇങ്ങനെ എഴുതി. That day Pastor Sam T. Mugatala wrote like this. നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന. This pain is not to destroy you or not to punish you. നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ. But in order to make you a good golden vessel in the hands of God. ഇന്ന് അദ്ദേഹം ഒരു പൊന്നായി ഇവിടെ നിൽക്കുന്നത് ഞാൻ കാണുന്നു ആത്മാവിൽ. Hallelujah. In the spirit I can see him standing as a gem here. അമേരിക്കയിൽ ഇങ്ങനെ പരസ്യങ്ങൾ നടത്തുന്ന, ഓപ്പൺ എയറുകൾ നടത്തുന്ന, സഭയെ ഉത്സാഹിപ്പിച്ചുകൊണ്ട് പട്ടണ സുവിശേഷീകരണം നടത്തുന്ന ഉപദേശിമാർ എത്രയുണ്ടോ എന്ന് സംശയമാണ്. I doubt how many pastors are taking this initiative to evangelize from city to city. ഇനിയും അധികമായിട്ട് ദൈവം അവരെ ഉപയോഗിക്കട്ടെ. I pray that God will use this church more and more. ഞങ്ങൾക്ക് ഏറ്റവും പ്രിയനായ എബിമോനെയും കുടുംബത്തെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. Praise God for our dear family, Pastor Eben Alex. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ഷെർണിയും കുഞ്ഞുങ്ങളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. Praise God for his wife Shirley and kids. പ്രിയ അക്സമോളെ ഓർത്ത് ദൈവത്തെ I സ്തുതിക്കുന്നു. praise God for Axamol.
എബിൻ്റെ പിതാവ് അലക്സാണ്ടർ പാസ്റ്റർ, ആ കുടുംബമൊക്കെ ഞങ്ങൾക്ക് വളരെ ക്ലോസ് ആണ്. Pastor Ebin's family, Pastor Alexander, his father, their family is very close to us. എന്നെക്കുറിച്ച്, ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ചെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അധ്യക്ഷൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. And the pastor who was leading the meeting has explained in detail about my ministry and my family. അതുകൊണ്ട് ഇനി ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. So I'm not going into further details. നമുക്ക് വചനത്തിലേക്ക് തിരിയാം. And let us turn to the word of God. 40-ാമത്തെ സങ്കീർത്തനം. Psalms 40. അതിൻ്റെ 5-ാമത്തെ വാക്യം നമുക്ക് എടുക്കാം. Verse 5. Psalms 40 verse 5. എന്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും വളരെയാകുന്നു. നിന്നോട് സദൃശ്യനാരുമില്ല. ഞാൻ അവ വിവരിച്ച് പ്രസ്താവിക്കുമായിരുന്നു, എന്നാൽ അവ എണ്ണിക്കൂടാത്തവണ്ണം അധികമാകുന്നു. താങ്ക് യു പാസ്റ്റർ. ഇംഗ്ലീഷിൽ വായിച്ചാൽ. Many, O Lord my God, are the wonders which you have done, and your thoughts towards us. There is none to compare with you. If I would declare and speak of them, they would be too numerous to count. Amen. ആമേൻ. പിതാവേ, ഈ വചനത്തെ തിരുകരങ്ങളിൽ തരുന്നു. Lord, we submit this word into your hands. ഇതിനെ ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ച് തരണമേ. Lord, bless and multiply this word, Lord. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. In Jesus' name we pray. Amen. നിങ്ങളോട് പറയാൻ കർത്താവിൻ്റെ ഹൃദയത്തിൽ തന്ന മെസ്സേജിൻ്റെ ആകത്തുക ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിൻ്റെ വിചാരം എന്നതാണ്. If I summarize the thoughts that God had put into my heart to share with you is the thoughts of God. ആ വാക്യത്തിൽ ഇങ്ങനെ കാണാം. And in that verse we can see, ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങൾ വളരെയാകുന്നു. no, many, O Lord my God, are the thoughts of you towards us. ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങൾ വളരെയാകുന്നു. Many, O Lord, are your thoughts toward us. അതിനെ ഒരു ചെറിയ ഭേദഗതി ചെയ്തിട്ട് ഓരോരുത്തരും മനസ്സിൽ പറയട്ടെ, എനിക്ക് വേണ്ടിയുള്ള അങ്ങയുടെ വിചാരങ്ങൾ എത്ര വലിയവ. Can we say that, personalize it a little bit, say that, many, O Lord, are your thoughts toward me. കൈകൾ ഉയർത്തിക്കൊണ്ട് പറഞ്ഞാട്ടെ. Lifting your hands up, would you say that from your heart? എൻ്റെ ദൈവമേ, Oh my God. എനിക്ക് വേണ്ടിയുള്ള Hallelujah. അങ്ങയുടെ വിചാരങ്ങൾ എത്ര വലിയവ. Hallelujah. Amen. Many, O Lord, are the thoughts of you toward us, Lord. അങ്ങനെ പറയാൻ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? Is there anyone who find it difficult to say that? ഒരിക്കൽ കർത്താവിൻ്റെ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചു, Once the disciples asked Jesus like this, നിനക്ക് വിചാരമില്ലയോ? Lord, don't you care about us? മർക്കോസ് In the book of Mark, അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. Mark has recorded that. 4-ാം അധ്യായം Chapter 4, ശ്രദ്ധയോടെ നിങ്ങൾ എൻ്റെ കൂടെ വരണം. if you would follow with me with much attention. കുഞ്ഞുങ്ങൾ പോലും ഇത് ഗ്രഹിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. Children, I also want you to follow this along with me. 35-ാം വാക്യം. അന്ന് സന്ധ്യയായപ്പോൾ, ഹല്ലേലൂയ, നാം അക്കരയ്ക്ക് പോക എന്ന് കർത്താവ് അവരോട് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ സന്ധ്യയാകും. We read like this, on that day when evening came, he said to them, let's go over to the other side. Dear children of God, at times in our life, the evenings would come. ആ സമയത്ത് പൊതുവെ എല്ലാവരും വിശ്രമിക്കാൻ പോവുകയാണ്. During the evening time, what people would normally do is, they want to go take rest. ഡിന്നർ കഴിക്കാൻ പോവുകയാണ്. They would go eat dinner. വിശേഷിച്ച് തണുപ്പുള്ള രാജ്യമാണെങ്കിൽ നേരത്തെ തന്നെ ഇരുട്ട് വരികയും ചെയ്യും.
Especially if it is cold season, we are like darkness comes early. കർത്താവ് പറയുക, And the Lord told them, ഇപ്പൊ നമുക്ക് പോണം. let's go right now. ഞാനൊരു ദൂത് പറയട്ടെ. Let me tell you a message. നിന്റെ മനസ്സിലെ പ്ലാനുകളെ ദൈവം ചിലപ്പോൾ അട്ടിമറിക്കും. No, sometimes God will change your thoughts upside down. നിനക്കൊന്ന് റെസ്റ്റ് ചെയ്യണം, റിലാക്സ് ചെയ്യണം, സെറ്റിൽ ആവണം, ഫ്രീ ആവണം എന്ന് നീ ചിന്തിക്കുന്ന സമയത്തായിരിക്കും ദൈവം ഒരു ഹെവി പ്രോജക്റ്റ് കൊണ്ടു തരുന്നത്. Maybe you were thinking about retiring or taking rest or finishing the project, but maybe right at that moment God will bring a great project into your hands. ദൈവമാണ് പറഞ്ഞതെങ്കിൽ Amen. നിവർത്തിപ്പാനുള്ള ശക്തി തരും. Hallelujah. If it is God who told you to do something, He will give you the necessary strength to finish it. പൊട്ടനെ പോലെ, പൊട്ടിയെ പോലെ പുറപ്പെടുക ദൗത്യത്തിനായി, പുറപ്പെടുക ദൗത്യത്തിനായി. Hallelujah. Just like a fool, you just have to step out and set out to do what God had commanded you to do. കരങ്ങൾ അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. Hallelujah. Praise the Lord. Hallelujah. Yes, Lord. Hallelujah. സന്ധ്യയാകുക എന്നുള്ളതിന് മറ്റൊരർത്ഥമുണ്ട്. There is another meaning for this evening time. വാർദ്ധക്യത്തിലോട്ട് കയറിയെന്നാ. So it is, the like a age, old age of our life. ഇതൊക്കെ നിങ്ങളെ പഠിപ്പിച്ചു പോകുന്നതാണ് എനിക്കിഷ്ടം. And I like you to teach, to learn this with me. 90-ാം സങ്കീർത്തനം, Psalms chapter 90. 14-ാം വാക്യം. Psalms 90 verse 14. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. Satisfy us in the morning with your loving kindness. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. That we may sing for joy and be glad all our days. സിമ്പിളായിട്ട് ഞാനിത് വ്യാഖ്യാനിക്കട്ടെ. Let me interpret it simply. കാലത്ത് എന്നതിൻ്റെ ഓപ്പോസിറ്റ് വൈകുന്നേരം എന്നല്ലേ? So the opposite of morning is evening, isn't it? പക്ഷെ ഇവിടെ ആയുഷ്കാലമൊക്കെ എന്നാ പറഞ്ഞിരിക്കുന്നത്. But here it says that we may sing for joy and be glad all our days. അങ്ങനെയാണെങ്കിൽ കാലത്തെന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ട് റോയിലിരിക്കുന്ന പിള്ളേരുടെ പ്രായം എന്ന അർത്ഥം. So if that is how it is, morning means the age of this front row children. ഹലോ, പിള്ളേരാകെ പേടിച്ചിരിക്കുക. നിങ്ങളുടെ ബൈബിളിൽ നോക്കിയേ, Psalms 90 verse 14. If you look in your Bible, Psalms 90 verse 14, Psalms chapter 90 verse 14. ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുക, എൻ്റെ കർത്താവേ, യൗവനത്തിൽ തന്നെ നിന്റെ ദയ കൊണ്ട് എന്നെ തൃപ്തനാക്കണേ. A man is praying, the Lord satisfy me with your mercy in the morning itself or when I am young itself. ഞാൻ ഇച്ചിരി ലളിതമാക്കട്ടെ. And let me make it even more simpler. ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ നിന്റെ ദയാൽ സാറ്റിസ്ഫൈഡ് ആകാൻ എന്നെ പഠിപ്പിക്കണേ. Or in another words, even when I am very young, teach me how to be satisfied with your mercy. നിങ്ങൾ എൻ്റെ കൂടെ വരുന്നുണ്ടോ? Are you with me? ഈ ചെറിയ പിള്ളേരുടെ സാറ്റിസ്ഫാക്ഷൻ ഏതില്ല? So these little kids, what do they find their satisfaction in? ഇന്ന് ഞാനൊരു ഇവാഞ്ചലിനെ കണ്ടായിരുന്നു. So today I met with an Evangeline. ഗുഡ് ഗേൾ ആണ്. She's a good girl. എല്ലാവരെയും അതെ, പക്ഷെ പരിചയപ്പെടാൻ സമയം കിട്ടിയില്ലല്ലോ. So you all are good girls, but I only got to meet Eva today. കുട്ടികളെല്ലാം ഗുഡാണെന്ന് ഞാനല്ല പറഞ്ഞു, യേശുവാ പറഞ്ഞത്. No, I didn't say that all the kids are good. It is Jesus himself said. പക്ഷെ നമ്മൾ അവരെ ചീത്തയാക്കുക. But many a times we make them not good. ഞാൻ ഇവാഞ്ചലിനോട് ചോദിച്ചു, പപ്പയും മമ്മിയും കൂടി ഇടയ്ക്ക് വഴക്കുണ്ടാക്കുമെന്ന് ചോദിച്ചു. And I asked Eva, if dad and mom would fight each other occasionally. അവൾ പറഞ്ഞു വല്ലപ്പോഴും ഉള്ളതാണ്. She said, very rarely that happens. അതുകൊണ്ട് എന്നെ നിങ്ങൾ വീട്ടിൽ വിളിക്കുന്നത് സൂക്ഷിച്ചു വേണം. So you be careful if you invite me to your house. അപ്പോൾ അവിടുത്തെ അമ്മച്ചി പറഞ്ഞു, ഇത് മിക്കവാറും സ്റ്റേജിൽ പൊട്ടിക്കുമെന്ന് പറഞ്ഞു.
That Ammachi said, like pastor is probably going to say that in the stage. പക്ഷെ ഇത്രയും പെട്ടെന്ന് ഒരു അമ്മച്ചിയും നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ ഏതില്ല? So where is our satisfaction? KFC? Is that KFC that makes you satisfied? ഒരാൾ തലയാട്ടി. ബിരിയാണി? Maybe for some people, they find their satisfaction with biryani. Facebook? Or, some social media, Facebook. അവിടെ ഒരാൾ നന്നായിട്ട് സന്തോഷിക്കുന്നുണ്ട്. അവന് വീട്ടിൽ ഫോൺ കൊടുക്കുന്നില്ല, അതതിൻ്റെ കാര്യം. ഒരാൾ പ്രാർത്ഥിക്കുകയാണ്. Here a man is praying. Please change my satisfaction level. Amen. എൻ്റെ ആ തൃപ്തിയുടെ അളവ് അല്ലെങ്കിൽ അതിൻ്റെ കണ്ടന്റ്, അതിൻ്റെ അളവ് മാറ്റണമേ. എൻ്റെ തൃപ്തിയുടെ എസൻസ് മാറ്റണേ. Now change the essence of my satisfaction, Lord. എന്തുകൊണ്ടെന്നാൽ Why is? ബാല്യവും യൗവനവും മായയാണ്. Because like the young age and youth, it is just vanity. ആരോഗ്യത്തിന് നിലനിൽപ്പില്ല. And the health does not last long. സൗന്ദര്യത്തിന് നിലനിൽപ്പില്ല. And the beauty would fade. ഏറ്റവും കുറച്ച് ഭക്ഷണം കഴിക്കുന്നവർ ഏറ്റവും കൂടുതൽ കാലം ജീവിക്കും. So the people who eat the least amount of food may live the longest. മരുന്ന് കഴിക്കുന്ന പോലെ ഭക്ഷണം കഴിച്ചാൽ ഭക്ഷണം കഴിക്കുന്ന പോലെ മരുന്ന് കഴിക്കാതിരിക്കാം. So if you would eat food like medicine, then you can continue not to eat medicine. ഏകദേശമൊക്കെ മനസ്സിലായില്ലേ? I hope you were able to understand me. Praise the Lord. ഞാൻ ഇവിടെ വന്ന ശേഷം 3 കിലോ കൂടി. After I came to the US, I gained 3 pounds, 3 kilos. kg. അതാണ് ഈ നാടിൻ്റെ അനുഗ്രഹം. So that is a blessing of this place. വേണ്ടെങ്കിൽ കഴിച്ചു പോകും. Like even if we don't want it, we will eat somehow. എന്താണ് നിങ്ങളുടെ തൃപ്തി? Now what is your satisfaction? എന്താ നിങ്ങളെ തൃപ്തനാക്കുന്ന എന്താണ്? What makes you satisfied? സ്തോത്രം സ്തോത്രം Amen, amen. സ്തോത്രം. എന്താണ് എൻ്റെ തൃപ്തി? What is your satisfaction? മറ്റൊരു സങ്കീർത്തനം നമുക്കൊന്ന് ഓർക്കാം. If you would think about another Psalms, ദൈവമേ നീ എൻ്റെ ദൈവം. Lord, you are my God. അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. I will seek you early in the morning. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് In a dry and weary land, എൻ്റെ ഉള്ള നിനക്കായി ദാഹിക്കുന്നു. my soul thirsts for you, O Lord. എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. My flesh yearns for you. എൻ്റെ തൃപ്തി എൻ്റെ ദൈവമാണ്. So my satisfaction is my Lord. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് വെള്ളത്തിനായിട്ടല്ല ദൈവത്തിനായിട്ട് ഞാൻ ദാഹിക്കുന്നു. In a dry land, not for water, but my body, my soul thirsts for you, O Lord. ദൈവം സംസാരിച്ചാൽ എത്ര പേര് സ്വീകരിക്കും? How many of you would receive if God speaks to you? നിന്റെ തൃപ്തിയുടെ പ്രതീക്ഷയെ മാറ്റുക. Hallelujah. Change the expectation of your satisfaction. നിന്റെ തൃപ്തി ദൈവത്തിലാവട്ടെ. Let our satisfaction be found in the Lord. നിന്റെ തൃപ്തി ദൈവത്തിന്റെ ദയയിലാവട്ടെ. Let our satisfaction be found in the mercies of the Lord. അപ്പോൾ നീ തൃപ്തയാകും. Then you will be really അപ്പോൾ നീ satisfied. തൃപ്തനാകും. Then you will be really satisfied. Hallelujah. Amen. കർത്താവേ ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ പ്രിയപ്പെട്ടവരുടെ ഉള്ളൊന്ന് തുറക്കണേ. Hallelujah, Lord. I pray that the hearts will be opened of these people, Lord. എന്റെ പ്രിയപ്പെട്ടവരെ ഈ ലോകം നൽകുകില്ല സന്തോഷം സമാധാനം. This world will not give you happiness or peace. ഈ ലോകം നിനക്ക് തൃപ്തി തരില്ല. This world cannot satisfy us. കർത്താവേ നിന്റെ സന്നിധിയാണ് എന്റെ ആനന്ദം എന്ന് പറ. But Lord, let us say that Lord, your presence is where my joy is found. നിന്റെ സൗന്ദര്യമാണ് എന്റെ തൃപ്തി എന്ന് പറ. Let us say that Lord, in your beauty that I find my joy and satisfaction. പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോ. Hallelujah. Yes. മനസ്സ് Lord, തുറക്കട്ടെ, yes, Lord, മനസ്സ് yes, തുറക്കട്ടെ. Lord. Hallelujah. 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 Hallelujah.
കർത്താവേ ഞങ്ങളുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ സംതൃപ്തി കണ്ടെത്തട്ടെ. കർത്താവേ, കർത്താവിൽ സന്തോഷം അവനൻ ബലം, പാരിതിൽ പാർക്കും നാളവനൻ ബലം. അവനെന്റെ സന്തോഷം വിശ്രാമം നാൾതോറും, അവനെന്റെ സർവവുമേ. അവനെന്റെ സങ്കേതം വിശ്രാമം നാൾതോറും, അവനെന്റെ സർവവുമേ. അവനെന്റെ സങ്കേതം വിശ്രാമനാൾതോറും, അവനെന്റെ സർവവുമേ. പല നാൾ കരുതി ഞാനേകനെന്ന്, അന്നാളിൽ അവൻ എന്നോടു ചൊല്ലി. പല നാൾ കരുതി ഞാനേകനെന്ന്, അന്നാളിൽ അവൻ എന്നോടു ചൊല്ലി. ലോകാന്ത്യത്തോളവും കൂടെയിരിക്കുന്നു, നിന്നോട് കൂടെയുണ്ട്. ലോകാന്ത്യത്തോളവും കൂടെയിരിക്കുന്നു, നിന്നോട് കൂടെയുണ്ട്. കർത്താവിൽ സന്തോഷം അവനൻ ബലം, പാരിതിൽ പാർക്കും നാൾ അവനൻ ബലം. അവനെന്റെ സങ്കേതം വിശ്രാമം നാൾ തോറും, അവനെന്റെ സർവവുമേ. അവനെന്റെ സങ്കേതം വിശ്രാമനാൾ തോറും, അവനെന്റെ സർവവുമേ. ഏകദേശം 40 കൊല്ലത്തോളം ഈ പുസ്തകം പ്രസംഗിച്ച് വന്ന് ഏറ്റവും ലളിതമായിട്ട് പറയാൻ ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുക. like speaking of from this word for the last 40 years, now I'm speaking very simple. ഇങ്ങനെ പറഞ്ഞേ കണ്ണടച്ചിട്ട്, Close your eyes and say like this. കർത്താവേ, Lord, അങ്ങയുടെ ദയയിൽ in your mercies, തൃപ്തനാകാൻ let me be satisfied. എന്നെ പരിശീലിപ്പിക്കണമേ. Lord, train me to be satisfied in your mercy, Lord. ആമേൻ. Yes, Lord. Yes, Lord. Hallelujah. Amen. Yes, Lord. പ്രിയരേ, Yes, Lord. തൃപ്തി ഒരു ശീലമാണ്. So being satisfied is a habit. എത്ര പേർക്ക് മനസ്സിലായി? How many of you understand? അതൊരു ട്രെയിനിങ് ആണ്. It is a training. തൃപ്തി ഒരു ശീലമാണ്, ഒരു ഹാബിറ്റാണ്. So satisfaction is a habit, comes from training. സാറ്റിസ്ഫാക്ഷൻ കൂടാതെ ഒരു മറ്റൊരു വാക്കില്ലേ? Contentment. Content. Or contentment. അതാ കുറച്ചുകൂടെ കറക്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. ഇത് പൗലോസ് പറയുന്നത് ഞാൻ ശീലിച്ചിട്ടുണ്ടെന്ന്. So Paul says, I have learned to be content. അത് ഫിലിപ്പിയർ 4 കിടപ്പുണ്ട്. It's in the book of Philippians chapter 4. ഒരു ഹോംവർക്ക് ഇരിക്കട്ടെ, നോക്കിയെടുത്തോണം. ഞാൻ ശീലിച്ചിട്ടുണ്ട്. So he said, I have learned. അതുകൊണ്ടാണ് ജയിലിൽ പാട്ട് പാടിയത്. That is why he was able to sing even when he was in the prison. മറ്റൊന്നും കാത്തിരിക്കണ്ട. And he didn't have to wait for anything else. ഇന്ന് ഇവിടെ നിനക്ക് തൃപ്തിയാകാൻ കഴിയും. You can be content right now, right here. എന്തുകൊണ്ട്? Why? യേശു നിന്റെ അടുത്തുണ്ട്. Because Jesus is very next to you. ഹല്ലേലൂയ. Hallelujah. മറ്റെന്തോ പ്രതീക്ഷിച്ച് ഒടുവിൽ ചത്തു. So if you are waiting for something in the prison, you might die. ഇന്ന് നീ സന്തോഷിക്കണം. But today, let you be ഇന്ന് നീ happy. പരിസരം മറന്ന് ആരാധിക്കണം. Hallelujah. Worship, like forgetting your ഇന്നാണ് നിന്റെ സന്തോഷം. Today is your day of joy. ഇന്നാണ് നിന്റെ സന്തോഷം. Today is your day of joy. പൗലോസ് ജയിലിൽ വെച്ച് പറയാ, എന്നെ ദൈവം ഇതെല്ലാം കാറിയിട്ട് ഒരു കുറെ കാലം ന്യൂയോർക്കിൽ പോയി താമസിക്കായിരുന്നെങ്കിൽ
എന്നല്ല പ്രാർത്ഥിച്ചത്. So Paul did not pray the Lord, after this imprisonment, like I may be able to go to New York and stay for a few months. ഇവിടെയും ഞാൻ ഹാപ്പിയാ. So no, he did not pray like that, but he was content right there. ഞാൻ ശീലിച്ചിട്ടുണ്ട്. No, he said, I have learned. ഇന്ന് രാത്രി നീ പറയണം, പിശാചേ മാറുന്നില്ലേ, ഞാൻ Tonight, ഹാപ്പിയാ. hallelujah. Tonight let us claim that we are happy where we are. പിശാചേ മാറുന്നില്ല, ഞാൻ ഹാപ്പിയാ. Let us say that, Lord, I am happy today, Satan. Hallelujah. Hallelujah, hallelujah. Hallelujah, 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 hallelujah. Hallelujah, hallelujah, hallelujah. Amen, 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 hallelujah. എത്രയും ചെറിയ പ്രായത്തിലെ തൃപ്തി ശീലിക്കുക. So let us, learn to be content even when you are very young, even from the very early age. ഞങ്ങളുടെ വീട്ടിൽ 6 മക്കളുണ്ടായിരുന്നു. So there were 6 children in my family. ഒരു പേരയ്ക്ക കിട്ടിയാൽ If we get one, like a 6 മുറിക്കണം. guava, 6 മുറിക്കണം. and we have to cut it in 6. ഇവര് ബുദ്ധിയുള്ളവർ എന്ത് ചെയ്യുമെന്നറിയാവോ? If they're smart people, what they do is, അവരൊരൊറ്റ കടിയും കടിച്ച് ചോറി, ഇനി നിങ്ങൾ ഓരോ കടി കടിച്ചു. so they would take a big bite and then they will give it and say, you also bite. ഒടി വരുമ്പോൾ നമുക്ക് വിരലേ കാണുള്ളൂ കടിക്കാൻ. So, whoever gets the last, bite would only get a tiny bit. ഇപ്പോഴത്തെ പിള്ളേരെന്നൊക്കെ പറഞ്ഞാൽ ഒരെണ്ണല്ലേ ഉള്ളൂ. So now the kids at this time, what they do is, there's only one guava. ഞാൻ ഒരു കുട്ടിയല്ലേ ഇപ്പൊ ഒരു വീട്ടിലുള്ളൂ. Oh, nowadays, there is only one child, each in a house. അതുകൊണ്ട് ഒരു ഗുവ തന്നെ തിന്നാലോ. So you can eat, one guava, whatever, perikya. You can eat it all by yourself. നല്ല ട്രാൻസ്ലേഷനാ. ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ തൃപ്തി ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട്. So I have learned to be content even when I was very young. ഈ ബക്കറ്റിൽ നിന്ന് ഇങ്ങനെ കപ്പ് കൊണ്ട് വെള്ളം എടുത്ത് കൈ കഴുകാൻ തരുമ്പോൾ എനിക്ക് ഒരു കപ്പ് വെള്ളം കൊണ്ട് ചോറ് ഉണ്ണുന്നതിന് മുമ്പ് കഴുകാം, ചോറുണ്ട് കഴിഞ്ഞ് കഴുകാം, അത് കഴിഞ്ഞ് ഒരാൾ കൂടെ കഴുകാം. So when we were young, with from a bucket, we will pour out, and with one bucket of water, we can wash our hands, before eating, after eating, and everything. We can finish it with just that bucket of water. Not bucket. Not the one, like a mug. cup of water. അപ്പോൾ എൻ്റെ ഭാര്യ എന്നെ കളിയാക്കും. So my wife will tease me. ആ ഒരു കപ്പ് വെള്ളത്തിന് പിന്നെ ബാക്കി വെക്കേണ്ട വല്ല കാര്യമുണ്ടോ? Is there any reason why you have to leave behind the rest of that mug of water? ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിലെ സാഹചര്യം വേറെയായിരുന്നു. So I would tell her that in my family, the circumstances were different. ഞങ്ങൾ 5 ആൺപിള്ളേരാ, ഒരു പെങ്ങൾ അതിനെ നേരത്തെ കെട്ടിച്ചു വിട്ടു. So we were 5 boys and one sister. She was married even before us. ഞങ്ങൾക്ക് 5 പേർക്ക് വെള്ളം കുടിക്കണം, എന്തോരം വെള്ളം വേണം. So if 5 boys had to drink, we needed a lot of water. വീടിൻ്റെ അവിടെ നിന്ന് ഒരു ഇച്ചിരി മുകളിലോട്ട് കുന്നു പോലെ കയറി വേണം വെള്ളം കോരിക്കൊണ്ടുവരാൻ. So we had to go, in an uphill area in order to fetch some water. അമ്മയ്ക്ക് കോരാൻ വയ്യ. And our mom was, not well enough to bring water. എന്തെങ്കിലും ഒരു വീട്ടിൽ ജോലി ചെയ്യണ്ടേ? അത് ഞങ്ങളുടെ ജോലി വെള്ളം കോരലാണ്. So the boys were assigned with the task of bringing water. അപ്പോൾ ചേട്ടന്മാർ കോരി കോരി നിറയ്ക്കും. So our elder brothers would, get water from the well and fill the buckets. ഞങ്ങളിങ്ങനെ പാസ് ചെയ്ത് വീട്ടിലെത്തിക്കും. So we will pass from one to another and we will get it to our house. അപ്പോൾ കൈ കഴുകാൻ വെള്ളം തരുമ്പോൾ അമ്മ പറയും, മോനെ സൂക്ഷിച്ച് ഉപയോഗിക്കണേ. So when our mom gives water to wash our hands, she will remind us, be careful, or don't use too much. അതുകൊണ്ട് എനിക്ക് ഇച്ചിരി വെള്ളം മതി. So I have learned how to be satisfied with that little bit of water. കുളിക്കാനാണേലും കുടിക്കാനാണേലും കഴുകാനാണേലും.
So even if it is, like bathing or washing or anything, I have learned to use only little water. ഇത് ശീലിച്ചതാ. This became a habit because I learned how to. തൃപ്തി ഒരു ശീലമാണ്. So being content is a habit. ഇനിയിപ്പോൾ ഒരു 5-6 കപ്പ് വെള്ളം കൊണ്ട് കൈ കഴുകിയാലും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. And even if you wash with 5-6 mugs of water, no, it won't be better anyway. ഇവിടെ ആയതുകൊണ്ടല്ലേ 2 ഷർട്ട് ഇടാൻ പറ്റുന്നത്. So because you are here that you are wearing 2 shirts. നാട്ടിലാണ് 2 ഷർട്ട് ഇട്ടാൽ പിന്നെ യോഗത്തിന് വിളിക്കുക. In India, if you wear 2 shirts, you may not be invited for meeting anymore. അപ്പോൾ ഒത്തിരി ഷർട്ട് ഉണ്ടായിട്ട് എന്താ പ്രയോജനം? So even if we have too many shirts, what use do you have? ഒരു പാൻ്റല്ലേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. We can only wear 1 pants. ഒരു ചുരിദാറിലേ ഇടാൻ പറ്റുള്ളൂ. We can only wear 1 churidar. 2 സാരി ഉടുത്ത് പോയെങ്കിൽ ആ സഹോദരിയെ ഏതെങ്കിലും ആശുപത്രിയിലാക്കും. If you would go with wearing 2 sarees, someone would put you in a hospital. ചെറുതിൽ തൃപ്തിപ്പെടാൻ ശീലിക്കുന്നത് നല്ലതല്ലേ? So it is a very good thing to learn to be content even when you are very young. തൃപ്തി ഒരു ശീലമാണ്. Let contentment be a habit for us. Amen. ഇനി വാക്യത്തിലേക്ക് ഒന്നുകൂടെ നോക്കണം. Now look into that verse again. കർത്താവേ, ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. Early make us be satisfied with your mercies, the psalmist says. ദൈവത്തിന്റെ ദയയിൽ തൃപ്തരാകാൻ ബാല്യത്തിലെ പഠിക്കുക. Let us learn from a very early age to be content with the mercy of the Lord. ദൈവത്തിന്റെ ദയ ശരിക്ക് വെളിപ്പെട്ട സ്ഥലം കാൽവറി ക്രൂശാണ്. So the true mercy of the Lord was revealed on the cross of Calvary. ഇങ്ങനെയാണ് ആ ദൂതിൻ്റെ അടുത്ത ഭാഗം വരുന്നത്. നിങ്ങൾ ക്രൂശിൽ തൃപ്തരാകണം. So the next portion of the message comes like this: you be content on the cross. പൗലോസ് പറഞ്ഞു, ക്രൂശിലല്ലാതെ പ്രശംസിക്കാനിട വരരുത്. Paul said that, I find my glory in the cross. ക്രൂശിലല്ലാതെ എനിക്കൊന്നിലും പുകഴാൻ പ്രശംസിക്കാൻ ഇട വരരുത്. Let me not boast in anything other than on the cross. എൻ്റെ ആനന്ദം, എൻ്റെ ആഘോഷം, എൻ്റെ ആമോദം, എൻ്റെ ആശ്രയം, എൻ്റെ ആശ്വാസം ക്രൂശ് തന്നെ. My joy, my comfort, my peace, my everything, let it be on the cross. പക്ഷേ വിശ്വാസികളുടെ അവരുടെ മക്കളൊക്കെ വരുമ്പോൾ ഈ ഒരു സാധനം ശരിക്കും മനസ്സിലാകുന്നില്ല. But many a times as generation changes, the essence of this very thing is being lost. നിന്നെ തൃപ്തനാക്കാൻ അവൻ വിശന്നവനായി. But in order to make you content, he was hungry. നിനക്ക് ജീവജലം തരുവാൻ അവൻ ദാഹിച്ചു പിടഞ്ഞു. In order to give you eternal water, he was thirsty. നിന്നെ ആശ്വസിപ്പിക്കാൻ അവൻ ദുഃഖിതനായി. To comfort you, he suffered sadness. നിന്നെ മുറിവ് കെട്ടുവാൻ അവൻ മുറിവേറ്റവനായി. To cover your wound, he took the wounds. നിന്നെ അനുഗ്രഹിക്കുവാൻ, നിന്നെ അനുഗ്രഹമാക്കുവാൻ അവൻ ശാപമായി. To bless you and to make you a blessing, he became a curse. നിന്നെ ഉയർത്തുവാൻ അവൻ താഴ്ന്നു വന്നു. And in order to lift you up, he came down. നിന്നെ പണിയുവാൻ അവൻ തകർക്കപ്പെട്ടു. To build you up, he was destroyed. നീ എന്നെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ നാഥ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹമെന്തുള്ളൂ. കണ്ണുകൾ അടച്ചുകൊണ്ട് ആ വരികളെന്ന് പാടിക്കേ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹമെന്തുള്ളൂ. ഒരിക്കൽ
എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹമെന്തുള്ളൂ. നിങ്ങൾക്ക് കാൽവറിയെ നോക്കിയിട്ട് ഞാൻ തൃപ്തനാണെന്ന് പറയാൻ പറ്റുമോ? Looking on the cross of Calvary, would we be able to say that, Lord, I'm satisfied, I'm content? നിന്റെ വസ്ത്രം അവിടെയുണ്ട്, And your cloth is there, നിന്റെ സൗഖ്യം അവിടെയുണ്ട്, and your healing is there, നിന്റെ ജീവൻ അവിടെയുണ്ട്, your life is there, നിന്റെ ദീർഘായുസ് അവിടെയുണ്ട്, your long life is there, നിന്റെ ആരോഗ്യം അവിടെയുണ്ട്, your health is there, നിന്റെ പ്രത്യാശ അവിടെയുണ്ട്, your hope is there, നിന്റെ റിലേറ്റീവ്സ് എല്ലാം അവിടെയുണ്ട്, and your relatives are also found there, നിന്റെ പേരവിടെയുണ്ട്, your name is there, നിന്റെ പാപവും ഭാരവും ശാപവും അവിടെയുണ്ട്, and your sins and your burdens and your sufferings are also നിന്നെ there. കേട്ടഴിച്ച് സ്വതന്ത്രമാക്കി വിടുന്നത് അവിടെ നിന്നാണ്. That is where you are set free. Hallelujah. Amen. അമേസിംഗ് ഗ്രേസ് എന്നൊരു പഴയ പാട്ടുണ്ട്, അതുപോലെ സൂപ്പർ ഹിറ്റായ ഒരു പാട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. There is a very old hymn, Amazing Grace. Such a song was never been formed after that. അടിമ വ്യാപാരം നടത്തി ഒത്തിരി പണം ഉണ്ടാക്കിയ ഒരു മനുഷ്യൻ അനുതാപത്തോടെ പിന്നീട് എഴുതുന്ന പാട്ടാണത്. Now, a man, who was doing the business of slavery, he is crying out, repenting later on. ഈ നീചപാപിയെ രക്ഷിച്ച ഈ കൃപയേക്കാൾ വലുത് എന്താണ് ലോകത്തിലുള്ളത്? What other more grace can we found other than the grace that saved this wretched man? കർത്താവേ, കാലത്ത് തന്നെ നിന്റെ ദയകൊണ്ടെന്നെ തൃപ്തനാക്കണമേ. Lord, satisfy me with your mercy early in the day, Lord. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങൾ ഘോഷിച്ചാലനിക്കും. Then we will sing for joy all the days of our lives. ലൈഫ് മുഴുവനും സന്തോഷിച്ച് ആനന്ദിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എത്ര നേരത്തെ ക്രൂശിൽ സന്തോഷിക്കുക. Hallelujah. If you want to sing for joy and be glad all your days, you find your contentment and joy in the cross early enough. ഞാനിങ്ങനെ ദൈവത്തിൽ നിന്നുള്ള ദൂതിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. And I've been waiting for the message from the Lord. ഇതിപ്പോ കയറി വന്നൊരു സന്ദേശമാണ്. This just came on now. ഇവിടെ ഇരിക്കുന്ന യൂത്തിനെയും കുട്ടികളെയും നോക്കി ഞാൻ പറയുന്നു, To the youth and the children here, let me tell you. ദൈവത്തിന്റെ കണ്ണ് ഇപ്പോൾ നിങ്ങളുടെ മേലാണ്. God's eyes are upon you today. ദൈവത്തിന്റെ കണ്ണ് ആൽബനിയിലേക്ക് വരുന്നു, അത് ഇവിടുത്തെ കുട്ടികളുടെ മേലാണ്. Hallelujah. God's eyes are on the children here today. നിങ്ങൾ ബൈബിളിൽ തൃപ്തരാകണം. Hallelujah. You have to find your contentment in the word of God. നിങ്ങൾ സഭയിൽ തൃപ്തരാകണം. You have to be content in the church. നിങ്ങൾ ആരാധനയിൽ തൃപ്തരാകണം. In your worship you have to find contentment. നിങ്ങൾ കർത്തൃമേശയിൽ തൃപ്തരാകണം. In participating in the Lord's Supper be content. നിങ്ങൾ സാക്ഷ്യം പറയുന്നതിൽ തൃപ്തി കണ്ടെത്തണം. You have to be content when you share your നിങ്ങൾ testimony. മിഷൻ വർക്കിൽ തൃപ്തി കണ്ടെത്തണം. In your mission works, let you find contentment. Hallelujah, hallelujah, hallelujah. നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനായിരുന്നു ചാർലി കിർക്ക്. Charlie Kirk was a man just like you. അമേരിക്ക ഈ അടുത്ത കാലത്ത് ഇതുപോലെ സ്വാധീനിച്ച ഒരു ചെറുപ്പക്കാരനില്ല. There were no man who influenced the whole US like that man, Charlie Kirk. അദ്ദേഹത്തിന്റെ മനസ്സിൽ അല്പം രാഷ്ട്രീയമുണ്ട്. Yeah, he had a little political influence in him. പക്ഷേ അദ്ദേഹം ബൈബിളിന്റെ മനുഷ്യനാണ്. But he was a man who obeyed the word of God completely. ചാർലി was a man of word. Hallelujah. Charlie was a man of word. അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിലെ ഏതൊരു ചെറുപ്പക്കാരനും എന്ത് ചോദ്യം ചോദിച്ചാലും ഈ പുസ്തകത്തിൽ നിന്ന് അദ്ദേഹം സംവാദിച്ചു. If for any questions that were asked by any young man in the universities, he was able to give answer from the word. ആ സ്ഥാനം ഒഴിഞ്ഞു കിടക്കുക. And that spot is now empty. ഒത്തിരി പിള്ളേർ പറഞ്ഞു ഞങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്യും. Many children said we will continue his legacy. ന്യൂയോർക്കിന്റെ തലസ്ഥാനമായ ആൽബനിയിൽ നിന്ന് ആരെഴുന്നേൽക്കും ഇന്ന് രാത്രി? Who will fill that spot from the city
on. ഞങ്ങളെ ദീപം വീണ്ടും കത്തിക്കൂ. How many of you would say that we will, lit up? ഞങ്ങളുടെ സ്കൂളുകളിൽ ഞങ്ങൾ വചനത്തിന്റെ ദീപം കത്തിക്കും. Who would say that we will, lit up the lamp in our school? ഞങ്ങളുടെ കോളേജുകളിൽ ഞങ്ങൾ വചനത്തിന്റെ വിളക്ക് കത്തിക്കും. We will, light that lamp back in our colleges. ഞങ്ങൾ യൂണിവേഴ്സിറ്റികളിൽ വചനത്തിന്റെ വിളക്ക് കത്തിക്കും. We will light up our lamps in the universities where we are placed. ഇതൊരു ചെറിയ മീറ്റിംഗ് അല്ല. This is not just a small meeting. ഇത് ന്യൂയോർക്കിനെ തൊടുന്ന മീറ്റിംഗ് ആണ്. But let this be a meeting which touches ന്യൂയോർക്കിന്റെ തലസ്ഥാനത്ത് നിന്ന് ഈ മീറ്റിംഗ് ഒരു വിപ്ലവം ഉണ്ടാക്കാൻ പോകുന്നു. Hallelujah. This meeting is going to bring a revolution in the capital city of Albany. കരങ്ങളടിച്ചാത്മാവിൽ Hallelujah. കരങ്ങളടിച്ച Would you receive it in the spirit? Hallelujah. Thank you, Jesus. Yes, Lord. Yes, Lord. Yes, Lord. Yes, Lord. Yes, Lord. We receive it, Jesus. Hallelujah. കർത്താവേ അങ്ങനെ നടക്കട്ടെ കർത്താവേ. Hallelujah. ചാർലിക്ക് നഷ്ടം വന്നു, എറീക്കായ്ക്ക് നഷ്ടം വന്നു എന്ന് ഒരു പക്ഷേ നമുക്ക് തോന്നും. Now you may feel like he lost his family, his wife lost her husband. You may think that way. ചാർലി ഒടുവിൽ ചെയ്ത പ്രസംഗം എന്നാണെന്നറിയാമോ? But you know what was the last message that he did? അടിയനിതാ, Here I am. അടിയനെ അയക്കണമേ. Send me, Lord. യെശയ്യാ 6-ാം അധ്യായത്തിൽ നാം പ്രസംഗിച്ചത്. He preached from Isaiah chapter 6. ഞാൻ ഇന്ത്യയിലാണെങ്കിലും ഞാൻ ഇതെല്ലാം ശ്രദ്ധിക്കുമായിരുന്നു. Now, even though I was in India at that time, I was paying attention to these things. ഹല്ലേലൂയ. Amen. അദ്ദേഹം ജീവിച്ചിരുന്നാൽ സ്വാധീനിക്കുന്നതിലൊക്കെ കൂടുതൽ ആളുകളെ അദ്ദേഹം മരണത്താൽ സ്വാധീനിച്ചു. He influenced more people by his death, in his death, than when he was alive. അദ്ദേഹത്തിന്റെ 1,00,000 പ്രസംഗത്തെക്കാൾ പവർഫുൾ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഒരു മരണം. Hallelujah. His death and the funeral service influenced more people than 100,000 messages. ഇവിടുത്തെ കുട്ടികളെ ഞാൻ വെല്ലുവിളിക്കുന്നു. I challenge the youngsters here. നിങ്ങൾക്ക് അമേരിക്കയെ ചലിപ്പിക്കാൻ കഴിയും. You can move this US. നിങ്ങളുടെ അകത്തേക്ക് ഇന്ന് രാത്രി വചനം വീഴുക. Oh, hallelujah. The word is coming into your hearts today. Hallelujah. Amen, 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 amen. Hallelujah. Yes, Lord. Yes, Lord. Yes, Lord. Yes, Lord. Hallelujah. Yes, Lord. Yes, Jesus. Yes, Lord. വചനം വീണാൽ If the word comes into your heart, അതിന്റെ മുകളിലേക്ക് അഭിഷേകം വീഴും. and anointing would come on it. ഉറപ്പാ. It is for sure. ഷുവർ. It is something certain. വചനം വീണാൽ If the word is in your heart, അഭിഷേകം വീഴും. anointing will come. ഒരുങ്ങിയിരുന്നു. And be ready ഇന്ന് രാത്രി tonight. ഒരഭിഷേകം That ഈ anointing. ചെറിയ കൂട്ടത്തിന്റെ മേൽ Hallelujah. ദൈവം അയക്കുക. Hallelujah. ദൈവം അയക്കുക. ദൈവം അയക്കുക. Small group tonight. പ്രാപിച്ചോ, That anointing. പ്രാപിച്ചോ. Receive that anointing tonight. Receive that anointing tonight. Hallelujah. ശബരബരബ ദിവലബരദല രഗബലദല ശബരബ. Hallelujah. Yes. വാ തുറന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ. Would you please open your വാ തുറക്കട്ടെ. start praising the ശബ്ദം ഉയരട്ടെ. Hallelujah. Let the voices. സാത്താന്യ സ്വാധീനങ്ങൾ പുറത്തുപോട്ടെ. Hallelujah. 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 Praise the Lord. We praise the Lord. We praise the Lord. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ 70 കൊല്ലം കൊണ്ട് ഒരു മനുഷ്യന്റെ ജീവിതം തീരുമെന്ന്? Do you think that a man's life will end just in 70 years? 70-80 കൊല്ലം കൊണ്ട് ഈ ജീവിതം തീരുമെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? You think a life would come to an end in 70 or 80 years? വീട്ടിൽ പോയിട്ട് ബൈബിൾ തുറക്കണം. When you go home, please open your Bibles. ഉൽപ്പത്തി 1 മുതൽ From Genesis chapter 1, 5 വരെ വായിക്കണം.
and read chapters 1 through 5. മനുഷ്യന്റെ ആയുഷ്കാലം നോക്കണം. And look at, the time of the ages of people. മിനിമം 800. So the minimum is 800 at that time. 750 വിവാഹ വാർഷികമൊക്കെ അവർ നടത്തിയിട്ടുണ്ട്. So people have celebrated their 750th wedding anniversary. 800ാമത്തെ ബർത്ത്ഡേക്ക് മെഴുകുതിരി എത്ര എണ്ണം കത്തിക്കണം? So when it is their 800th birthday, how many candles do you have to light? അപ്പോൾ കുറഞ്ഞ പക്ഷം 1000 കൊല്ലം ജീവിക്കേണ്ടവനാ. കുറഞ്ഞ പക്ഷം 1000 കൊല്ലം ഞാൻ നിങ്ങൾ ജീവിക്കണം. So like for us, we have to live at least 1,000 years minimum. പിന്നെ നിത്യത വേറെ. Then eternity. മനുഷ്യൻ ആ ഒരു പ്ലാനിൽ സൃഷ്ടിക്കപ്പെട്ടവനാ. So man was actually created with such a plan. കാലത്ത് തന്നെ Amen. എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ പ്രായത്തിൽ Hallelujah. ദൈവത്തിന്റെ ദയയെ കണ്ടെത്തുക. Hallelujah. Let us find the Lord's mercy when it is early. എത്ര പേർക്ക് മനസ്സിലായി? How many of you understand that? ഏറ്റവും ചെറിയ പ്രായത്തിൽ When you are very young, കർത്താവിന്റെ സ്നേഹം അറിയുക. let us find His love and mercy. അതിൽ തൃപ്തരാകുക. Let us be content in that. ശരിക്കും ഇന്നത്തെ ദൂതിത. And this is the message for today. Amen. റോമർ 8 ഒരു വാക്യമുണ്ട്. In Romans chapter 8, there is a verse നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. that we are more than conquerors in everything because of Christ who loved us. അപ്പോൾ ദൈവത്തിന്റെ സ്നേഹം നമ്മെ ജയത്തിലേക്ക് നടത്തുന്നു. Now the love of God leads us to victory. മറ്റവരുടെ എഴുതിയിരിക്കുന്നു, കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ നഗ്നതയോ പട്ടിണിയോ ആപത്തോ വാളോ ഇതിനെയൊന്നും ഞങ്ങൾക്ക് ഇപ്പൊ ഭയമില്ല, ബിക്കോസ് ഓഫ് ലവ്. And we also read that we are not afraid of either it is poverty or persecution, suffering. Nothing can stop us. സ്നേഹം നമ്മെ ബോൾഡാക്കുന്നു. Now love makes us bold. സ്നേഹം നമ്മെ ധൈര്യമുള്ളവരാക്കുന്നു. Love makes us bold. സ്നേഹം നമ്മെ ജയത്തിലേക്ക് നടത്തുന്നു. And love leads us to victory. നീ തലകുനിച്ച് തോറ്റ് നടക്കണ്ടെന്നേ, യേശു നിനക്ക് ജയം തരുന്നു. Hallelujah. You don't have to walk with your head down, but our Lord will give you victory. Amen. അപ്പോൾ ആയുഷ്കാലം മുഴുവൻ സന്തോഷിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? So if you have to be glad all your life, what should you do? തൃപ്തരാകണം. So you only need to one thing, that learn to be content with the mercy of the Lord when it is early, or when you are young also already. ഏറ്റവും യൗവനത്തിലെ കർത്താവിന്റെ സന്നിധിയിൽ സന്തോഷിച്ച് പഠിച്ചാൽ ജീവിതകാലം മുഴുവൻ സന്തോഷിക്കാം. If you would learn how to be glad when you are young, then you will be glad all your life. ഇത്രയും ഭാവം മനസ്സിലായോ? And do you understand these portions? ഇന്ന് രണ്ട് കൈകൾ ഉയർത്തി ഉറക്കെ ഹല്ലേലൂയ പറഞ്ഞാൽ. Hallelujah. നമ്മൾ അങ്ങോട്ട് പോകാൻ കാരണം മർക്കോസ് 4:35. The reason why we went there was because of Mark chapter 4 verse 35. അന്ന് സന്ധ്യയായപ്പോൾ So when on that day evening came, നാം അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് he പറഞ്ഞു. said to them, let us go to the other shore. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വിളിക്ക് പ്രായം വിഷയമല്ല. So when God calls you, age does not matter to him. ദൈവം നിന്നെ ഒരു പ്രോജക്റ്റ് ഏൽപ്പിക്കാൻ നിന്റെ പ്രായം ചോദിക്കുന്നില്ല. God does not ask your age if he wants to assign a project to you. നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നാൽ ഡോക്ടർ ആദ്യം പേര് ചോദിക്കും, രണ്ടാമത് പ്രായം ചോദിക്കും. So if you go to the hospital, the doctor will ask your name first, then your age. എനിക്ക് ആദ്യമൊന്നും അറിയില്ലായിരുന്നു എന്തിനാ ഈ പ്രായം ചോദിക്കുന്നത്. I didn't know why the doctors were asking for the age. ഇപ്പൊ എനിക്ക് മനസ്സിലായി. But now I understand. മരുന്ന് കൊടുത്തിട്ട് വല്ല ഗുണമുണ്ടോന്ന് അറിയാനാ. It is to check whether there is any use by giving this medicine. കുഞ്ഞുച്ചായം പേടിക്കണ്ട, നമുക്ക് മരുന്ന് വേണ്ടല്ലോ. ഹല്ലേലൂയ.
ഈ കുഞ്ഞുഞ്ചൻ എന്നുള്ള പേര് എനിക്ക് ഇഷ്ടപ്പെട്ടു. I liked, the name Kunyunjan. കുഞ്ഞുഞ്ഞൻ എന്നാ അപ്പച്ചൻ്റെ പേര്. Yeah. അപ്പോൾ നമ്മുടെ മുൻ മുഖ്യമന്ത്രിയുടെ പേരും അത് തന്നെയാണ്. So because, it is the name of our previous chief minister too in Kerala. കേരളത്തിലെ ഏറ്റവും നല്ല മുഖ്യമന്ത്രി. So he was, the best chief minister in Kerala. കുഞ്ഞുഞ്ചൻ ഇന്നൊരു ചെറിയ തമാശ പറഞ്ഞു. And Kunyunjan, said a small, joke today. നല്ല മനുഷ്യർക്കെല്ലാം കുഞ്ഞുഞ്ഞെന്നാ പേരെന്ന് പറഞ്ഞു. He said, all the good people have the same name, Kunyunya. നമുക്ക് മരുന്ന് വേണ്ടെന്നേ. And we don't need the medicine. ഞാനും ഒക്കെ ആ ലിസ്റ്റിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുക, സീനിയർ സിറ്റിസൺ. I'm also coming to that, like a category of senior citizen. സന്ധ്യയാവുമ്പോൾ പ്രോജക്റ്റ് ഏൽപ്പിക്കുക. And when it is evening, God is coming with a project. അക്കരയ്ക്ക് പോകാനേ. And to go to the other shore. ഇനിയിപ്പോൾ എങ്ങനെയും ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാന്ന് ഓർക്കുമ്പോൾ പറയാ പൊക്കോളാൻ. So when, the disciples were going to be content with whatever they have, Jesus is telling, let us go to the other shore. പക്ഷേ നാം എന്ന വാക്കുണ്ട് അവിടെ. But, pay attention to the word there, that it says, let us go. ആമേൻ, ഹല്ലേലൂയ. കർത്താവേ, നീ ഉണ്ടെങ്കിൽ അത് ഏത് വാനമാണേലും കുഴപ്പമില്ല. Hallelujah. If God is with us, doesn't matter where we are going. നീ ഉണ്ടെങ്കിൽ അത് കടലാണേലും കുഴപ്പമില്ല. If it is a God with us, doesn't matter if it is a sea. നീ ഉണ്ടെങ്കിൽ അത് കൊടുങ്കാറ്റാണേലും കുഴപ്പമില്ല. Doesn't matter even if it is a big storm, if God is with us. നീ ഉണ്ടെങ്കിൽ അത് തിരമാലയാണെങ്കിലും കുഴപ്പമില്ല. God is with us, doesn't matter even if it is a big storm. ഇച്ചിരൂടെ ഒന്ന് ധൈര്യപ്പെടണം കേട്ടോ. Amen. We need to be more bold. കർത്താവ് ആരെങ്കിലും നോക്കട്ടെ, അയ്യോ അത് പാവാട്ടോ, അതിനെ സഹായി, അങ്ങനെ കർത്താവ് പറഞ്ഞിട്ടില്ല. Now God has never, felt pity on someone because they're, they're so poor people. പാവങ്ങൾ, ആ പ്രയോഗം ദൈവത്തിന് വലിയ താല്പര്യമില്ല. So God really doesn't like the word, the poor people. വിശ്വാസമുള്ളവൻ, but the one with faith, അവൻ എപ്പോഴും ധൈര്യമുള്ളവനായിരിക്കും. and that person will be always bold. അവന്റെ നട്ടെല്ല് നിവർന്നിരിക്കും. And he will stand straight. വിശ്വസിക്കുന്നവന് സകലവും സാധിക്കും. Hallelujah. Those who believe, everything is possible with them. വിശ്വാസത്തിന്റെ മുമ്പിൽ നദികൾ വറ്റും. Hallelujah. In front of faith, all the rivers will be വിശ്വാസത്തിന്റെ മുമ്പിൽ പൂട്ടുകൾ തുറക്കും. and the locks will be opened in front of faith. ഇന്ന് ചിലരുടെ തല ഉയരട്ടെ. Hallelujah. Let some heads be lifted up today. ഇന്ന് ചിലരുടെ ബാക്ക് ബോൺ ബലപ്പെടട്ടെ. Let your backbones be, like a straightened today. എന്തുകൊണ്ട്? Why? എന്റെ ഭർത്താവ് ഉയർന്ന ഉദ്യോഗസ്ഥനായതുകൊണ്ടല്ല, Not because my husband has a great job. എന്റെ കർത്താവ് കൂടെ ഉള്ളത് കൊണ്ടാ. Because my Lord is with me. എന്റെ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ, If my Lord is with me, എന്റെ ദൈവത്താൽ, with my God, എന്റെ ദൈവത്താൽ, my God, എന്റെ ദൈവത്താൽ my God, ഞാൻ മതിൽ ചാടി കടക്കും. hallelujah, ഞാൻ മതിൽ ചാടി കടക്കും. I will leap over the wall. കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. എന്റെ ദൈവത്താൽ, എന്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും. തന്റെ വഴിയിൽ തന്നെ നടക്കും. എൻ്റെ ദൈവത്താൽ, എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും. തൻ്റെ വഴിയിൽ തന്നെ നടക്കും. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. എൻ്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല.
ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. എൻ്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല. ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ പോലെ ഞാൻ ചെയ്യും. തൻ്റെ വഴിയിൽ തന്നെ നടക്കും. Hallelujah. ഏത് പ്രായത്തിലാണെങ്കിലും നാം എന്ന വാക്കിന് പവറുണ്ട്. Hallelujah. Even if it is at whatever age it is, because God says, let us go, that word has power. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോകണം. And you have to go into all the world. മതമോ ജാതിയോ വർഗമോ വർണ്ണമോ നിറമോ നോക്കാതെ സുവിശേഷം പറയണം. And without looking at the religion or the color or the creed or anything like that, you have to share gospel. ഞാൻ കൂടെ ഉണ്ടാവും. And Jesus said, I will be with you. എല്ലാ നാളും Amen. ഞാൻ കൂടെ ഉണ്ടാവും. All the days. അപ്പൊ നമുക്ക് വീണ്ടും വായിക്കാം. Let us read it again. അവർ പുരുഷാരത്തെ വിട്ട് താൻ പടകിൽ ഇരുന്ന പാടെ അവരെയും കൊണ്ടുപോയി. മറ്റു ചെറുപടകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ തീരെ തള്ളിക്കയറുകൊണ്ട് അത് മുങ്ങുമാറായി. ശ്രദ്ധിച്ചേ, കർത്താവ് പറഞ്ഞിട്ട് വയസ്സാങ്കാലത്ത് ഒരു പ്രോജക്റ്റുമായിട്ട് വിട്ടിട്ട് ഇങ്ങനെ കാറ്റടിക്കണേ ശരിയാണോ? So pay attention that Jesus said, let us go, and it was already in the evening, giving that big project. Is it really right to have a big storm even after Jesus telling them to go? തന്നെ നേരത്തെ പറയാൻ. Why didn't Jesus say that earlier? പോയി ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ ഒരു കാറ്റിനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞില്ലല്ലോ. Jesus should have warned them that there is a chance of a wind a few hours into our trip. ഒന്നും പറയല. No, he won't say that. പക്ഷെ അവൻ കൂടെയുണ്ട്. But he is with you. Amen. തീരെ തള്ളി കയറി. And we read that the storm came. അത് മുങ്ങുമാറായി. And the boat was about to sink. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലരോട് പറയുന്നു. God's Holy Spirit is talking to some people tonight. നീ മുങ്ങിപ്പോകയില്ല. You will not sink. നിന്റെ പടക് മുങ്ങിപ്പോകയില്ല. And your boat will not sink. അഥവാ മുങ്ങിയാലോ? And what if it sinks? യേശു കൂടെയുണ്ട്. Jesus is with you. കർത്താവ് തലയണ വെച്ചുറങ്ങുമായിരുന്നു. And Jesus was sleeping, even with a pillow. എന്ന് പറഞ്ഞാൽ നല്ല ഉറക്കമായിരുന്നു. So Jesus was, sleeping, having a deep sleep on the cushion. അവരവനെ ഉണർത്തി. And they woke him up. നാഥാ, Teacher, ഞങ്ങൾ നശിച്ചു പോകുന്നില്ല, നിനക്ക് വിചാരമില്ലേ? do you not care that we are perishing? എന്താണ് നമ്മുടെ വിഷയം? So what is our topic? ദൈവത്തിന്റെ വിചാരം. The thoughts of the Lord is our topic. ശിഷ്യന്മാര് ചോദിക്കുക, നിനക്ക് വിചാരമില്ലേ? And disciples are now asking, don't you care about us? സ്തോത്രം, 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 സ്തോത്രം. അങ്ങനെ ചോദിച്ചായിരുന്നോ ഈ 2025? Has anyone asked in 2025 like that? കർത്താവേ, നിനക്ക് എൻ്റെ കാര്യത്തിൽ ഒരു വിചാരമില്ലേ? Lord, don't you care about me? ഞാൻ ചോദിച്ചു. ഞാൻ അങ്ങനെ ചോദിച്ചു. I did ask the Lord. കാരണം 8 മാസമായിട്ടും കാല് ബലമാകുന്നില്ല. Even after 8 months of the accident, my legs are not getting strong. നടക്കാൻ പറ്റുന്നില്ല. I cannot walk properly. എല്ലാം വിഷമിച്ചു. And I was very upset. എന്നേക്കാൾ കൂടുതൽ വിഷമിച്ചവർ ഇവിടെ ഇരിപ്പുണ്ട്. And people who are here have worried more than I did. കർത്താവേ, നിനക്ക് വിചാരമില്ലേ? Lord, don't you care? നീ കാണുന്നില്ലേ? Are you not seeing? കർത്താവിന്റെ മറുപടി കേൾക്കണോ? Do you want to know what Jesus said as answer? എനിക്ക് വിചാരമുണ്ട്.
Yes, I do care about you. പക്ഷെ നിന്നെ ചില ലെസൺസ് ഞാൻ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. But I want you to learn some lessons through this. തിരമാല എത്ര കഠിനമായാലും നീ മുങ്ങുകയില്ല. You will not sink even though the storm is a big one. എത്ര വൈകിയാലും അവനൊരു വാക്ക് പറഞ്ഞാൽ തിരമാല അവിടെ നിൽക്കും. Hallelujah. Even if it seems to be late, if our Lord says a word, the wind and the storm will stop there. Amen. അവൻ ഉറങ്ങുകയല്ല. He's not really sleeping. അവൻ നിന്നെ പഠിക്കുകയാണ്. He is learning you. അവൻ നിന്നെ പഠിപ്പിക്കുകയാണ്. He's teaching you. പക്ഷെ അവനെ ഉണർത്തി. But they did wake him up. അവൻ എഴുന്നേറ്റു. And he woke up. He rose up. കാറ്റിനെ ശാസിച്ചു. And he rebuked the storm. കടലിനോട് അനങ്ങാതിരിക്കാൻ പറഞ്ഞു. And he told the wind at the sea to stop. കാറ്റ് അമർന്നു. And the wind has come to an end. വലിയ ശാന്തതയുണ്ടായി. And it became perfectly calm. അത് കഴിഞ്ഞിട്ട് കർത്താവ് എന്തു പറഞ്ഞു? And after that, what did Jesus say? എന്നെ ഞാൻ പെട്ടെന്ന് ഉണർത്തിയത് നന്നായി കേട്ടോ. Did Jesus say that it's really good that you woke me up on the right time? ഇല്ലെങ്കിൽ നിങ്ങളും വെള്ളം കുടിച്ചേനെ ഞാനും വെള്ളം കുടിച്ചേനെ. Otherwise, you would also drink water and I will also drink water. എന്നല്ലേ പറയണ്ടേ? Isn't it what Jesus is supposed to say? ഓ നിങ്ങൾക്ക് അന്നേരം ഉണർത്താൻ തോന്നിയില്ലായിരുന്നെങ്കിൽ. Now, if you really didn't, wake me up at that time. ഞാൻ ഒത്തിരി വർഷം അങ്ങനെയാണ് ചിന്തിച്ചിരുന്നത്. ഉണർത്തിയത് ഭയങ്കര ക്രെഡിറ്റ് ആയിട്ടാണ് ഞാൻ കരുതിയിരുന്നത്. So for many years I thought, it was my credit that I woke Jesus up at the right time. കർത്താവ് അപ്രീഷിയേറ്റ് ചെയ്തില്ല. Jesus did not appreciate them for waking him up. അതിന് പകരം ശാസിക്കുകയാണ്. But rather than that, he was rebuking them. നിങ്ങൾ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? Why are you afraid? അപ്പൊ കർത്താവ് ആഗ്രഹിച്ചത് എന്തുവാ? So what did Jesus really desire? നമ്മൾ ഇതിനെ ശാസിക്കണമെന്നാ. That we should rebuke this sea and the storm. നിന്റെ ലൈഫിന് നേരെ വരുന്ന തിരമാലയെ നിനക്ക് ശാസിക്കാൻ പവറുണ്ട്. So you have the power and authority to rebuke the storms that come against your life. ഇന്ന് രാത്രി നമുക്കൊന്ന് ശാസിക്കാം. Hallelujah. Tonight we are going to rebuke it. നമ്മൾ ഒരുമിച്ച് ശാസിക്കാം. And we are going to rebuke it together. ഞാനും കൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. I am also going to pray for you. കർത്താവിന് വിചാരം ഇല്ലെന്ന് വിചാരിക്കരുത്. Don't think that Jesus does not care about you. നിങ്ങൾ എൻ്റെ കൂടെ വരുവോ? Would you come with me? എനിക്ക് വിചാരം ഇല്ലാത്തോണ്ടല്ല. It's not because I don't care. നിങ്ങളെ ഡെവലപ്പ് ചെയ്യാനാണ് ഞാൻ ഇങ്ങനെ മിണ്ടായിരുന്നത്. No, Jesus was staying silent in order to develop you. നിന്നെ വളർത്താനാ. To make you grow. ഞാൻ തൊട്ടേന് നീ കിടന്ന് കരയുക, ഞാൻ വന്ന് ശാസിക്കുക എന്നുള്ള ലെവല് മാറിയിട്ട് നീ തന്നെ ചിലതിനെ നേരിടണം. Hallelujah. Rather than like a God coming to rebuke everything in your life, you have to be bold and have the faith to rebuke certain things yourselves. നിന്റെ മിനിസ്ട്രിക്കെതിരെ തല ഉയർത്തി നിൽക്കുന്ന പിശാചിനെ നീ ഇന്ന് രാത്രി ശാസിക്കണം. Hallelujah. Tonight you rebuke the evil power that stands against your ministry. നിന്റെ ഫാമിലിക്കെതിരെ അലറുന്ന സിംഹത്തെ നീ ഇന്ന് രാത്രി കീറിക്കളയണം. Hallelujah. I know the Satan that is standing against your family, rebuke it tonight. നിന്റെ തലമുറയെ വേട്ടയാടുന്ന ആ പഴയ പാമ്പിനെ നീ ഇന്ന് രാത്രി ശാസിക്കണം. Hallelujah. The old serpent that is destroying your children, you have to rebuke it tonight. Hallelujah. Are you agree? Hallelujah. ഞാൻ ഒത്തിരി കൊല്ലായിരുന്നു ഇത് തുടങ്ങിയിട്ട്. It's been several years since I started preaching. അന്നൊക്കെ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നു അവനെ ഉണർത്തുക എന്നുള്ള കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. So in my initial years, I have been preaching, wake him up. പക്ഷെ ഇന്ന് ഞാൻ മാറ്റി പറയുക. But now I have changed. നീ അതിനെ ഹാൻഡിൽ ചെയ്യുക. No, now I preach that you handle it yourself. In the name of Jesus. No, hallelujah. You rebuke it yourself. Hallelujah, hallelujah, hallelujah. Amen, 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 amen.
ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, God's Holy Spirit is ചിലർക്ക് telling me, പുതിയ ചിറക് നൽകാൻ പോകുന്നു. hallelujah, some people are going to develop new wings today. ചിലർക്ക് പുതിയ അധികാരം നൽകാൻ പോകുന്നു. Some people are going to receive new power today. ചിലർക്ക് പുതിയ കാലുകൾ നൽകാൻ പോകുന്നു. Some people are going to develop new legs today. ചിലർക്ക് പുതിയ ശബ്ദം നൽകാൻ പോകുന്നു. Some people are going to receive new voice today. ചിലരുടെ തലയിൽ പുതിയ കിരീടം വയ്ക്കാൻ പോകുന്നു. Some people are going to receive new crowns today. ഈ കൊച്ചു സഭയുടെ അതോറിറ്റി വർദ്ധിക്കാൻ പോകുന്നു. Hallelujah, this church is going to grow. ഇന്ന് വരെ നീ ചെയ്യാത്തത് നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോകുന്നു. God is going to make you do great Oh. things that you have never done before. ഓപ്പറേറ്റ് യുവർ അതോറിറ്റി. Hallelujah, നമ്മുടെ അധികാരത്തെ നാം ഉപയോഗിക്കുക. Hallelujah. Amen, 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 amen. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ ചില പുതപ്പുകൾ നിങ്ങളുടെ മേൽ വീഴുന്നു. Oh, some shows are coming ചില upon you. പുതപ്പുകൾ നിങ്ങളുടെ മേൽ വീഴുന്നു. Some shows are coming upon you. ചില ചെങ്കോലുകൾ കൈമാറുന്നു. Oh, some like rods are being handed over to you. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. Hallelujah. Would you please stand up in the presence of the Lord? നമുക്കൊന്ന് ഫെയ്ത്ത് ഇൻ ആക്ഷൻ, ഒരു വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തി ഒന്ന് ചെയ്യാം. Can we do can we do our faith in action? ഒരാൾക്ക് വേണ്ടിയാലും ഒന്ന് പ്രാർത്ഥിച്ചേ. Would you pray for at least one person? അവന്റെ മേലുള്ള അധികാരം അവൻ അറിയട്ടെ. Now let him know the power that he has. ഒന്നോ രണ്ടോ മൂന്നോ പേര് ഒരുമിച്ച് വട്ടം നിന്നേ. Now would you please make circles, between few people? ഫേസ് ടു ഫേസ് തിരിഞ്ഞു നിന്നേ. Can you turn face to face? കൈകൾ കോർത്തു പിടിച്ചേ. Would you turn face to face? പ്രാർത്ഥിച്ചേ. Hallelujah, pray. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. Hallelujah, hallelujah. ശബ്ദമുയർത്തി Hallelujah, hallelujah. നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ആൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ. Hallelujah, would you pray for the person next to you? നിങ്ങളുടെ പവർ ഇന്ന് രാത്രി വർദ്ധിക്കട്ടെ. Hallelujah, hallelujah. നിങ്ങളുടെ അധികാരം ഇന്ന് രാത്രി വർദ്ധിക്കട്ടെ. Oh, let your powers and authority be bold tonight. കർത്താവിന് ഞങ്ങളെ കുറിച്ച് വിചാരമുണ്ട്. God cares about you. നിങ്ങൾ അവനെ പോലെയാകണം. That you have to become like him. നിങ്ങൾ അവനെ പോലെയാകണം. You have to become like him. അധികാരം വർദ്ധിക്കട്ടെ. Let the power and authority go. അധികാരം വർദ്ധിക്കട്ടെ. Authority go on. യേശുവിൻ നാമത്തിൽ. In the name of Jesus. ശബര ലഖര ദിബലബ ശരബല ഉഡരബല ശതര. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. Hallelujah, 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 hallelujah. യേശുവിന്റെ നാമത്തിൽ. Hallelujah. Jesus, Jesus, Jesus. Hallelujah, 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 hallelujah. കൊയർ മുമ്പോട്ട് വരാം. Hallelujah, 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 hallelujah. Amen. In the name of Jesus, we have the victory. When we stand in the name of Jesus, tell me who can stand before. കരങ്ങൾ അടിച്ചു പാടാം, ശബ്ദം ഉയർത്തി പാടാം. അതിനു മുമ്പ് Before that, ആഴത്തിൽ മനസ്സൊന്ന് തുറന്നേ. would you open your hearts from the bottom of it? രണ്ട് പ്രധാന ദൂത പരിശുദ്ധാത്മാവ് തന്നത്. Now, two main messages that the Lord wanted to speak to you. ഒന്ന്, ദൈവത്തിന്റെ സ്നേഹത്തെ പറ്റി ഏറ്റവും നേരത്തെ തിരിച്ചറിയുക. Number one, come to the realization of the love of Jesus. അതിൽ when you are very young, തൃപ്തരാകുക. and be content in that. അതിൽ സന്തോഷിക്കുക. And be glad about it. എന്നാൽ ജീവിതത്തിന്റെ വാർദ്ധക്യത്തിലും നിനക്ക് സന്തോഷിക്കാൻ പറ്റും. Now, if so, you will be joyful even in the even when you are elderly. രണ്ടാമത്തെ ദൂത്, The second message is, എന്റെ ദൈവമേ നിനക്ക് വിചാരം ഇല്ലെന്ന് നമ്മളൊക്കെ ചോദിച്ചിട്ടുണ്ട്. and we all have asked you, Lord, don't you care about us? ദൈവം ചിലപ്പോൾ വൈകുന്നു. No, sometimes God
seems to be delayed. ദൈവം ചിലപ്പോൾ ഉറങ്ങുന്നു. Sometimes we feel like God is sleeping. പ്രാർത്ഥന കേട്ടിട്ട് മൈൻഡ് ചെയ്യാതിരിക്കുന്നു. Lord is not listening to our prayers. എന്തിനാണെന്നറിയാമോ? You know why? നിന്നെ ഡബിൾ സ്ട്രോങ് ആക്കാനാ. This is to make you double strong. ഇത് ഞാനൊരു പ്രസംഗമല്ല പറയുന്നേ. I am not just preaching. ഇതൊരു പ്രവചനമാണ്. This is a prophecy. ഇതിനകത്ത് ചിലരെ ദൈവം ഡബിൾ സ്ട്രോങ് ആക്കുന്നു. God wants to make some people double strong. ഈ ചർച്ചിന്റെ അതോറിറ്റി മാറുന്നു. And the authority of this church is being changed. Hallelujah, 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 hallelujah. Rektam jayam, hallelujah. അതൊന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ Now, if you want to operate that authority, പതുക്കെ നടന്ന് മുമ്പോട്ട് വന്നേ. would you please take few steps forward? നിങ്ങൾക്ക് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. No, I want to pray for you. കരങ്ങളടിച്ച് പാടിക്കൊണ്ടിരിക്കാം. No, would you please come ആത്മാവ് നയിക്കുന്നത് പോലെ പാടാം. Oh, hallelujah. In the name of Jesus, in the name